അപ്പോളേ നമുക്ക് ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ 20 സീറ്റ് ഐഷർ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്തിട്ടിട്ട് നമ്മളൊന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ല നമുക്ക് ചുറ്റും പാടാം, നല്ല നല്ല വൈബുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്, ബാക്കി ഉള്ളിൽ കയറിയിട്ട് പറയാം. വണ്ടി റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് കൊണ്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്, വലിയ സീനായിട്ട് തോന്നുന്നില്ല. ഐഷറെ കുറിച്ച് ചിലവരൊക്കെ ചെറിയ കംപ്ലയിൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ നമുക്കിങ്ങനെ അടുത്ത് പെരുമാറി ഈ ചേട്ടനടുത്ത് ചോദിച്ചു നോക്കുന്നത് അവർക്ക് വലിയ സീനായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലർക്കും പല ഇതായിരിക്കുമല്ലോ. അങ്ങോട്ട് തള്ളി സ്പേഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് തള്ളിയിട്ടാണ് ഡിക്കി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേരിയർ നമ്മുടെ ബസ് മോഡൽ കേരിയർ തന്നെയാണ്. ബസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ബസ് മോഡൽ കേരിയറാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഐഷറിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു മോഡൽ നമ്മൾ Z1 മോഡലാണ് പൊതുവേ കണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ചെയ്യുന്നത്. അതിൽ നിന്നൊരു വേറൊരു മോഡലിലേക്ക് വരണം എന്നുള്ളതിലാണ് നമ്മൾ ക്യാപ്പിലേക്ക് എത്തിയത്. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. വണ്ടി ബസ്റ്റാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 13.5 മീറ്റർ ഭാരത് ബെൻസിൻ്റെ സ്ലീപ്പർ വണ്ടി ചെയ്തു. സെഡ് കാറ്റഗറി ഗ്ലൈഡേഴ്സ് മോഡൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വലിയ വണ്ടിയിൽ നിന്ന് ചെറിയൊരു വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു രൂപം ആയിട്ടുള്ളൊരു നമ്മളിതിന് മുന്നേ ഒരു വർഷം മുന്നേ മുടപ്പല്ലൂർ വടക്കഞ്ചേരി അവിടെ നമ്മുടെ ഐഷർ ഒരു വർക്ക്ഷോപ്പിലൊക്കെ എന്താ പറയുക മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മോഡിഫൈഡ് വണ്ടിയാണ്, ഇത് മുടപ്പല്ലൂരല്ല ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് SM ഓട്ടോമൊബൈൽസിലാണ് ഇത് പെരുമ്പാവൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കണത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച വണ്ടി ഇതാണ്. ഇത് സ്കൈലൈൻ, ഐഷറിൻ്റെ സ്കൈലൈനാണ് ഈ വണ്ടി വരുന്നത് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ക്രൂ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. നമുക്ക് അവരിലേക്ക് പോവാം. നമസ്കാരം ചേട്ടാ, പിടിക്കും. എന്താ പേര്? വിഷ്ണു. പിന്നെ അപ്പുറത്തിരിക്കുന്ന ആള് നിബിൻ, വൈശാഖ്, പിന്നെ വിവേക്. അപ്പോൾ നമ്മളെ ഒരു തൃശ്ശൂരിൻ്റെ ഇത് ശരിക്കും ഏരിയ വരെ മുതുവറ ഭാഗം അല്ലേ? കണ്ണോത്ത് പാടം എന്ന് പറയും. കണ്ണോത്ത് പാടം, തൃശ്ശൂർ. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുന്നത് എന്താണ് സംഭവം ഈ വണ്ടി? നമ്മൾ ഐഷറിൻ്റെ മൊത്തത്തിലൊരു ട്രാവലർ യുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ട്രാവലറിൽ നിന്നൊരു വേറിട്ടൊരു ഇതിലേക്ക് പിടിച്ചതാണ് ഇപ്പോൾ ഈ വണ്ടി. കാരണം ട്രാവലറിൽ നിന്ന് വേറിട്ട് ആൾക്കാർക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് യാത്ര ചെയ്യാനും സൗകര്യങ്ങളൊന്നുകൂടി നന്നാക്കി ഒരു ബസ് ഫീലിൽ യാത്ര ചെയ്യാനുള്ളൊരു ഇതിലേക്ക് നമ്മൾ ചിന്തയിലാണ് നമുക്ക് ഈ വണ്ടിയിലേക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ഐഷറിലെ സ്റ്റാർ ലൈൻ എന്ന് പറഞ്ഞ വണ്ടിയിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് 20 സീറ്റ് വണ്ടിയാണ്. 20 സീറ്റ് പെർമിറ്റുള്ള വണ്ടിയാണ്, സ്റ്റാർ ലൈൻ്റെ തന്നെ ഐഷറിൻ്റെ. ഇത് പുതിയ BS6 ആണ്. അതുപോലെ തന്നെ പിന്നെന്താ 20 സീറ്റ് വണ്ടിയാണ്. ബാക്കി എന്തൊക്കെ ഇതിന്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് കൊണ്ടുവരുമ്പോ നമുക്ക് ഈ വണ്ടി ഇങ്ങനെയല്ല നമുക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ശരിക്കും ഇതൊരു സ്കൂൾ ബസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ സ്കൂൾ ബസ് ഒരിക്കലും നമുക്ക് ഒരു ടൂറിസ്റ്റ് മേഖലയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ ഇത്രയും വർക്കുകൾ ചെയ്തിട്ടുള്ളത്. വർക്കുകൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യം ഇതിന്റെ ബാഗേജസ് വെക്കാനുള്ളൊരു സ്പേഷ്യസ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ
എന്നുള്ളത് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് പൊട്ടിച്ച് കമ്പനി സ്റ്റൈലിൽ നിന്ന് പൊട്ടിച്ച് നമ്മൾ ക്യാപ്പെല്ലാം മോഡലിലേക്ക് എത്തിച്ചു. ബാക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ ബാക്ക് ഇതിൽ നമ്മൾ ഡിക്കി ചെയ്തു. ബാക്ക് കമ്പനി ബാക്ക് നമുക്ക് ഇങ്ങനെയല്ല വരിക. അത് ബാക്ക് നമ്മൾ ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ക്യാപ്പെല്ലാം മോഡൽ പുതിയതായിട്ട് വരുന്ന ടൂറിസ്റ്റ് ബസ്സിൻ്റെ ക്യാപ്പെല്ലാം മോഡലിലേക്ക് നമ്മൾ മാറ്റി. ഡിക്കി സ്പേസ് നമുക്ക് ഇത്രയും ഡിക്കി സ്പേസ് ആണ്, ചാവി എടുത്ത് തുറന്ന് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഇത്രയും ബാക്കിൽ നമ്മൾ വ്യത്യാസം വരുത്തി. അതിൽ നമ്മൾ ബാക്കിൽ ചെയ്യാനായിട്ട് നമുക്ക് ഡിക്കി സ്പേസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിന് ഈ സൈഡിലായിരിക്കും ഇരിക്കുക. അത് തന്നെ നമ്മൾ മാറ്റി കുറച്ചും കൂടി അങ്ങോട്ട് തള്ളി, അടിഭാഗത്ത് നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് തള്ളി സ്പേഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് തള്ളിയിട്ടാണ് ഡിക്കി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേരിയർ നമ്മുടെ ബസ് മോഡൽ കേരിയർ തന്നെയാണ്. ബസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ബസ് മോഡൽ കേരിയറാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏഷ്യറിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു മോഡൽ നമ്മൾ Z1 മോഡലാണ് പൊതുവേ കണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ചെയ്യുന്നത്. അതിൽ നിന്നൊരു വേറൊരു മോഡലിലേക്ക് വരണം എന്നുള്ളതിലാണ് നമ്മൾ ക്യാപ്പലിലേക്ക് എത്തിയത്. അതിന് നമ്മൾ സഹായിച്ചത് SM പെരുമ്പാവൂരിൽ പെരുമ്പാവൂരിൽ നിന്ന് നമുക്ക് അവിടുത്തെ ബോഡി ബിൽഡേഴ്സാണ് നമ്മളെ സഹായിച്ചത്. അവിടെ സന്തോഷേട്ടൻ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ആൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിലേക്ക് നമുക്ക് വണ്ടി നമ്മൾ പറയാതെ തന്നെ ആൾ ചെയ്തു തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ ബോഡി പെയിൻറ്റ് മൊത്തമായിട്ട് മാറ്റി. കമ്പനി പെയിൻറ്റിലല്ല ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ പ്യുവർ അതൊരു വൈറ്റ് നമുക്കൊരു എഫക്റ്റീവ് അല്ലാത്തൊരു വൈറ്റാണ്. അപ്പോൾ നമ്മൾ പ്യുവർ വൈറ്റിലേക്ക് ഒരു ബസ്സിൻ്റെ ഫീൽ കിട്ടാനുള്ള ഒരു വൈറ്റിലേക്ക് നമ്മൾ മാറ്റി. അതുപോലെ തന്നെ വീൽ ആർച്ച് സൈഡിലേക്ക്, ഇത് വീൽ ആർച്ച് നമ്മൾ ചെയ്തതാണ്. ഇത് സൈഡിലേക്ക് ഈ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബസ്സിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീൽ ആർച്ച് ചെയ്തത്. നമ്മൾ ചെറിയൊരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ വീൽ കപ്പുകളാണ് നമ്മൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ വണ്ടിയിലേക്ക് ഉപയോഗിക്കുന്ന വീൽ കപ്പുകൾ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതിന് കൊമ്പ് ബസ്സിൻ്റെ പോലെ നമ്മൾ കൊമ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമ്മൾ ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ടില്ല. നമ്മൾ ചെറിയൊരു പെയിൻറ്റിങ്ങിലും ഒരു ഫ്രണ്ട് കൊമ്പ്, ഇതുപോലെ ലിപ്പ്, ഇതുപോലെ തന്നെ നമ്മൾ ഗ്രില്ലിൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ചെറിയൊരു മാറ്റാണെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു വ്യത്യാസം വരും. ഈ ഗ്രില്ലിലുള്ള ഇത് നമ്മൾ SMS നമുക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ പെയിൻറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് വൈറ്റാണ് വരിക, ഇവിടെ പ്യുവറായിട്ട് വൈറ്റാണ് വരിക. ഇതിലും ഈ ഗ്ലാസ്സിന് ഹെഡ്ലൈറ്റിൻ്റെ ബീഡിങ്ങിലൊക്കെ നമുക്ക് വൈറ്റാണ് വരിക. അത് നമ്മൾ മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഒരു ലിപ്പ് വെച്ച് വണ്ടി ഒന്നും കൂടി ഫ്ലോർ നിലത്തേക്ക് ഇരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലിപ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഇത്രയും നമ്മൾ ഫ്രണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ടോപ്പ് നമുക്കൊരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്കിത് വരുന്നതല്ല, എയർ ഡോർ മേലെ വരുന്നതല്ല. ഒരു ഫയർ റെസ്ക്യൂ നമുക്ക് പറയാം. നമ്മൾ സാധാരണ നമുക്കൊരു എയർ ഉള്ളിലേക്ക് കിട്ടാന്നുള്ളൊരു പർപ്പസ് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. അതിൽ നമ്മൾ ടോപ്പിൽ നമ്മൾ പൊട്ടിച്ച് നമ്മൾ ചെയ്തതാണ്. അതിന് മുകളിൽ നമ്മൾ പൊട്ടിച്ചിട്ട് ഓപ്പൺ ആയിട്ട് ഡ്രൈവർ ക്യാബിനിലേക്ക്, കാരണം ഇത് ക്യാബിൻ സെപ്പറേറ്റ് ചെയ്തുള്ള വണ്ടിയായ കാരണം ഉള്ളിലേക്ക് കുറച്ചും കൂടി ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു എയർ സർക്കുലേഷന് വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ മേലെ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ക്യാബിൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബസ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാബിൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാബിൻ സെപ്പറേഷൻ കമ്പനി വരുന്നതല്ല, നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. കമ്പനിയിൽ 20 സീറ്റിൽ പുറമെ വേറെ എത്ര സീറ്റിന്റെ വരുന്നുണ്ട്? നമുക്ക് ഇതിൽ 20 സീറ്റും 24 സീറ്റും കമ്പനി ഇറക്കുന്നുണ്ട്. അത് സെയിം സ്ട്രക്ചർ, സെയിം ബോഡിയിൽ തന്നെയാണ്, സെയിം ചേസ്, സെയിം ഇതിൽ സീറ്റിംഗ് കപ്പാസിറ്റി മാത്രം വ്യത്യാസമുള്ളൂ. നമ്മൾ 20 സീറ്റ് പെർമിറ്റിൻ്റെ വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 20 സീറ്റിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സീറ്റിലൊക്കെ നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുഷ് ബാക്ക് സീറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പുഷ് ബാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളിത് RC-യിലാക്കിയിട്ടില്ല. അതിൻ്റെ RC-യിലാക്കിയതിന് ശേഷം വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം AC കൂടി നമുക്കിതിൽ കയറ്റാനുണ്ട്. AC കയറ്റിയതിന് ശേഷമാണ് നമ്മൾ പുഷ് ബാക്കും AC ഉള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മൾ പുഷ് ബാക്ക് ഇല്ലാതാണ് ഓടുന്നത്. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഇതിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി എത്ര? ഡീസൽ ടാങ്ക് കപ്പാസിറ്റി ആഡ് ബ്ലൂ നമുക്ക് 20 ലിറ്ററാണ് കമ്പനി പറയുന്നത്. നമുക്ക് 26 ലിറ്റർ വരെ ഏകദേശം നമുക്ക് ഇതിൽ ഒഴിക്കാൻ പറ്റുന്നുണ്ട്. ഫുള്ളാവാനായിട്ട് ഏകദേശം 26 ലിറ്റർ വരെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ബോക്സ് എല്ലാം ഈ സൈഡിലാണ് വരുന്നത് ഈ വണ്ടിയുടെ. പിന്നെ നമുക്ക് ബാക്കും തുറന്ന് കാണിച്ചു തരണം. പിന്നെ ഇത് നമ്മുടെ മറ്റേ ഈറ്റ്സിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോ പുറമേക്കൊക്കെ എത്രക്കൊക്കെയാണ് ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് പറയാമല്ലോ അല്ലെ? ഇനിയിപ്പോ ഉള്ളിൽ കയറിയിട്ട് പുറത്ത് വേറെ ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ പുറത്ത് ഇത്രേ ചെയ്തിട്ടുള്ളൂ. പുറത്ത് ഈ വർക്ക് തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുള്ള തന്നെയാണ്. നല്ല നമ്മൾ ഒന്നിലൊരു കുറവ് വരുത്താത്ത ചെയ്തുള്ളതാണ്. നമുക്ക് SM അതിന് കാര്യമായിട്ട് നമ്മളൊപ്പം വണ്ടി ആക്കണമെങ്കിൽ എന്ത് ചെലവ് വരും? നമുക്ക് ഇപ്പൊ ഈ കണ്ടീഷനിൽ ഇപ്പൊ ഈ ലെവലിൽ നമ്മൾ വണ്ടി ആക്കുന്ന നമുക്ക് ഏകദേശം സെറ്റ് വർക്ക് ഉൾപ്പെടെ നമുക്കൊരു 5 ലക്ഷം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട്. അതായത് അഡീഷണൽ ചെലവ് വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട്? നമ്മൾ വണ്ടി എടുത്തത്
വണ്ടി എടുക്കുന്ന സമയത്ത് ഇതിന് 25 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. 5 ലക്ഷം ഇപ്പൊ നമുക്ക് എത്ര 60,000 രൂപയാണ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് ഫയറിന്റെ എന്തോ കൂടുതൽ ഇപ്പൊ ഓപ്ഷനിൽ വരുന്നുണ്ടെന്ന് പറയുന്നത്. അത് അതിന്റെ ഒരു ഇത് കാരണം കുറച്ചും കൂടി പൈസ കൂടിയിരുന്നു പറയുന്നത്. നമ്മൾ ഡിസംബറിലാണ് വണ്ടി ബുക്ക് ചെയ്തത്. 2023 മോഡൽ വണ്ടി, 24 രജിസ്ട്രേഷൻ ആണ്. പിന്നെ നമ്മൾ 2 മാസം വർക്ക് കഴിഞ്ഞ മാസമാണ് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയിട്ടുള്ളൂ. അപ്പോ അത്രയും ചെലവ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ടാക്സ് കാര്യങ്ങളൊക്കെ എത്ര ഇതിന് വരുന്നത്? നമുക്ക് ടാക്സ് നമുക്ക് സാധാരണ ട്രാവലർ 20 സീറ്റിന് ടാക്സ് ആണ് വരുന്നത്. 9,200 ടാക്സ് വരുന്നത്. ഇൻഷുറൻസ് നമുക്ക് ഇപ്പോഴത്തെ ഇതിന്റെ ID വാല്യൂ വെച്ചിട്ട് നമുക്ക് 55 രൂപ നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട്. ടാക്സ് 9,200 ടാക്സ് വരുന്നുണ്ട്. ക്വാർട്ടർലി ടാക്സ് ആണ്. നമുക്ക് 20 സീറ്റിന്റെ ടാക്സിനെ നമ്മൾ അടയ്ക്കണുള്ളൂ. പക്ഷേ നമുക്ക് 20 സീറ്റിന്റെ ടാക്സിൽ തന്നെ നമുക്കൊരു ബസ് ഫീൽ കിട്ടാനായിട്ടാണ് ആൾക്കാർക്ക് നമുക്ക് ഒന്നുകൂടി ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് AC-യുടെ ഒരു പോരായ്മ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇപ്പൊ നിലവിലെ ആൾക്കാരിൽ ഒരു ഇംപ്രഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ വണ്ടി ഇറങ്ങിയാലും യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള അഭിപ്രായങ്ങൾ ഒരു ബസ് ഫീലാണ് എല്ലാവർക്കും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് എയർ സർക്കുലേഷൻ ഉള്ള ഒരു വണ്ടി. ട്രാവലറിന് എന്ത് മാറ്റം നമുക്ക് ചെയ്യാം. നമ്മളെപ്പോഴും വ്യത്യസ്ത അർബാനിയെ പറഞ്ഞിട്ടുണ്ടല്ലോ. അർബാനിയും ഇതുപോലെ പണിതിട്ട് ഭയങ്കര മോഡിഫൈ സംഭവമൊക്കെ ചെയ്തിട്ട് പറഞ്ഞു. അർബാനിയ നമ്മുടെ അവിടെ ഇറങ്ങുന്ന വണ്ടികൾ മോഡിഫിക്കേഷൻ ഒന്നും ആരും ചെയ്തിട്ടില്ല. കാരണം കമ്പനി തന്നെ നല്ലൊരു ഇതിലാണ് വണ്ടി വരുന്നത്. അതിനിപ്പോ നമുക്ക് ഏകദേശം 33 ലക്ഷം രൂപയോളം വണ്ടി വില വരുന്നുണ്ട് വണ്ടിക്ക്. ട്രാവലർ പിന്നെ എന്തെങ്കിലും എടുത്താൽ പണിയേണ്ടി വരും അല്ലേ? അപ്പോ ഇതിപ്പോ ഒരു ബസ് ഫീൽ കിട്ടാൻ വേണ്ടി ഇത് ബസ് ഫീൽ കിട്ടാൻ അതിനുള്ളൊരു നമ്മളൊരു ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഫീലിലേക്ക് വേണ്ടിട്ട് ചിന്തിച്ചുള്ളതാണ്. ട്രാവലറിന് മാറ്റിയിട്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കമ്പനി വരുന്നതാണ്. നമ്മൾ പെയിന്റിങ്ങിലാണ് വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇത് കമ്പനി വരുന്നതാണ്. പിന്നെ ക്ലച്ച് എയർ ക്ലച്ച് ആണ്. അതുപോലെ തന്നെ ബ്രേക്ക് എയർ ആണ്, ഡോർ എയർ ആണ്, എല്ലാ എയറാണ് വരുന്നത് വണ്ടി. അതുകൊണ്ട് തന്നെ ഓടിക്കാനും ട്രാവലറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ എയർ ബ്രേക്ക് ആണ്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു സിസ്റ്റം കൂടി ഉണ്ട്. നമുക്ക് വണ്ടി ഓടിച്ചു വരുമ്പോൾ നമുക്ക് ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ ബ്രേക്കിൽ കാല് വെക്കാതെ തന്നെ നമുക്ക് എഞ്ചിൻ ബ്രേക്ക് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു ഓപ്ഷനിൽ അത് വരുന്നുണ്ട്. എഞ്ചിൻ ബ്രേക്ക് നമുക്ക് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. നമുക്ക് നല്ലൊരു റോഡിൽ നമുക്ക് സ്പീഡ് കട്ട് ചെയ്തിട്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ബട്ടൺ നമ്മൾ ഏത് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡ് അവിടെ ലോക്കാവും. റൈറ്റ് സൈഡിലുള്ള നമുക്ക് ഈ ബട്ടൺ തന്നെയാണ് വരുന്നത്. അതിന്റെ ക്രൂയിസ് കൺട്രോൾ ഈ ചെറിയൊരു വണ്ടിയിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. നമുക്ക് കാറിൽ വരുന്ന ഓപ്ഷനാണ്. നമ്മളൊന്നും ബസ്സിൽ ഇപ്പൊ ഈ അടുത്തൊന്നും നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഈ പുതിയ വണ്ടികളെല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ വണ്ടികളുണ്ട്. നമുക്ക് ഈ ട്രാവലർ റേഞ്ചിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ക്രൂയിസ് സിസ്റ്റം ഒക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വണ്ടി ഉപയോഗിക്കുമ്പോൾ. നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ ബാംഗ്ലൂരൊക്കെ നമുക്ക് യാത്ര പോകുമ്പോൾ അങ്ങനെ നല്ല റോഡുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റമാണ്. ഉള്ളിൽ ബാക്കി നോക്കാം. അപ്പോൾ മനസ്സിലായല്ലോ, ഇതൊക്കെയാണ് ആ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ ചെറിയൊരു ബസ് തന്നെ അല്ലേ? ചെറിയൊരു കുട്ടി ഒരു അകലെ നിന്നൊക്കെ വരുന്നത് കണ്ടാൽ ശരിക്കും ബസ് വരുന്ന ഫീൽ തന്നെയാണ് അല്ലേ? അകലെ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ പ്രകാശിൻ്റെ അസ്ത്ര മോഡലൊക്കെ തോന്നുന്നു ഏകദേശം. സൈഡിൽ 2 ഹെഡ് ലാമ്പ്സ് ഒക്കെ ഉണ്ടല്ലേ, അത് നന്നായിരിക്കുന്നുണ്ടല്ലേ അതിൻ്റെ വർക്ക്. പിന്നെ ഇൻഡിക്കേറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ നന്നായിരിക്കുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മുടപ്പല്ലൂർ ചെയ്ത ആ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നത് മൊത്തം പൊളിച്ചിട്ട് പണിയുണ്ട്. ഇത് ഒന്നും വൃത്തികേടാക്കിയിട്ടില്ല. വണ്ടി ഇറങ്ങണ ആ ഒരു സ്റ്റൈലിന് കുറച്ച് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ. ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ശരിക്കും നന്നായിരിക്കുന്നുണ്ട്. ഓവറോൾ നല്ല രസമായിരിക്കുന്നുണ്ട്. പിന്നെ സ്ഥിരം പറഞ്ഞ പോലെ വൈപ്പറും പിന്നെ കൊമ്പ് അങ്ങനെ സംഭവങ്ങളല്ലാണ്ട് വടക്കുന്നാഥെന്ന് എഴുതിയിരിക്കുന്ന ആ ഫോണ്ടൊക്കെ ഭംഗിയിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലത് വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. സൈഡ് മിറർ കാര്യങ്ങൾ, പിന്നെ ചെറിയൊരു കോട്ടർ ഗ്ലാസ്, പിന്നെ എൻ്റെ വീൽ ക്യാപ്പും സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കേരള സൈഡ് ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വടക്കുന്നാഥെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോക്കി ശരിക്കൊരു ബസ്സിൻ്റെ വീലിൻ്റെ കപ്പ് പോലെ ഉണ്ടല്ലേ, സ്പെയർ വീൽ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഈ ഒരു ഭാഗം തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പുതിയ മോഡൽ ബസ്സിൻ്റെ സെഡ് ഒക്കെ പറയുന്ന ബാക്ക് പോലെയുണ്ട്, കെപ്പല്ല. ഇത് കെപ്പല്ലയാണല്ലേ ശരിക്കും ബാക്ക് വെച്ചേക്കണത്? കെപ്പല്ലയുടെ ഒരു ബാക്കും കാര്യങ്ങളൊക്കെയാണ്. കോണിയും ഒക്കെ ശരിക്കും നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ID കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം, ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം.
അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. സൈഡിൽ നമുക്ക് ഡീസലിൻ്റെ കപ്പാസിറ്റി എത്രയാണ് വരുന്നത്? ഈ സൈഡിൽ ഈ എമർജൻസി എക്സിറ്റ് പിന്നെ ഓൾറെഡി ഇവിടെ ഉള്ളതിനല്ലേ, കമ്പനി തരുന്ന എക്സിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആൽബമിൻ്റെ ഒരു ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ബോക്സ് ഇതൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക്. ഇതിൻ്റെ ഡീസൽ ഫില്ലിംഗ് ഏരിയ എവിടെയാണ്? അപ്പുറത്തെ സൈഡാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് അതിൻ്റെ പുറത്തത്തെ കാഴ്ചകൾ. ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി പറയാം. എന്തായാലും വണ്ടി ഒരു അടാറ് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഉള്ളിലേക്ക് കയറാം. ഡീസൽ ഫില്ല് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ എപ്പോഴും വലിയ വണ്ടി പറഞ്ഞു പോയിട്ട് ഇവിടെയാണ് ഡീസൽ ഫില്ല് ചെയ്യുന്നതൊക്കെ. ഈ ബാക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്യും, അപ്പോൾ അതുകൂടി കാട്ടിത്തരാം. ഇതാണല്ലേ. ഇതിലിപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ? ഇതിൽ നമുക്ക് അത്യാവശ്യം ബാഗുകളൊക്കെ നമുക്ക് ഇതിൽ കൊള്ളും. നമുക്ക് ഇപ്പം ഈ ബാഗുകൾ വരുമ്പോൾ അത്യാവശ്യം ബാഗുകൾ നമുക്ക് കൊള്ളും. ഈ പെട്ടികൾ വരുമ്പോഴാണ് നമുക്ക് ലേശം ഇത് വരുള്ളൂ, അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ലഗേജുകൾ കൊള്ളൂ. ഇത് അങ്ങനെ ആക്കിയതാണ്. ഇതിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പിന് വരെ ഫ്രണ്ടിലേക്ക് നീക്കേണ്ടി വന്നു. കറക്റ്റ് സ്പേസ് നമുക്ക് ഇത്ര ഈ ഒരു ലഗേജ് സ്പേസ് കൂടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി തള്ളി വെക്കാം. ബാഗുകളൊക്കെ അങ്ങോട്ട് തള്ളിപ്പോകും കുറച്ചും കൂടി. ഈ കോളേജ് ട്രിപ്പുകളൊക്കെ വരുമ്പോൾ നമുക്കത് ഈ പാക്കേജ് വരുമ്പോൾ നമുക്ക് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട്, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്കൊന്നുകൂടെ എളുപ്പമാണ് ഇതിൽ കൊണ്ടുപോകുമ്പോൾ. പിന്നെ നിങ്ങളുടെ തന്നെ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. നമുക്കിപ്പോ ഇതൊരു എല്ലാരും കൂടി ശരിക്കും ഓണർ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഓണർക്ക് ശ്യാം. മൊത്തം ഇപ്പോൾ ഓൾറെഡി 4 വണ്ടികൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഇതൊരു സഹോദര സ്ഥാപനം പോലെ എല്ലാവരും നമുക്കൊരു കൺസേൺ ആയിട്ട് കുറച്ച് പേര് വേറെയും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരുണ്ട്. 4-5 പേര് കൂടിയിട്ടുള്ളൊരു ഇതാണ് നടക്കുന്നത്. അത് ഒറ്റാളുടെ ഒരു പ്രസ്ഥാനമല്ല, എല്ലാവരും കൂടി സഹകരിച്ച് പ്രോപ്പറായിട്ട് വടക്കനാഥൻ്റെ പ്ലേസ് വരുന്നത് വാഗയിലാണ്, മറ്റം വാഗയിലാണ് വരുന്നത്. ഗുരുവായൂരിനടുത്ത് മറ്റം വാഗയിലാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലേസ് വരുന്നത്. ഇതൊരു 17 സീറ്റ് അല്ലേ? ഇത് 19 സീറ്റ്. പിന്നെ 17 ഉണ്ട്, 12 ഉണ്ട്. എല്ലാ സീറ്റുകളും നമ്മുടെ അവൈലബിൾ ആണ് ഇപ്പോൾ നിലവിൽ. 26 സീറ്റ് ഉണ്ട്. അല്ല, BS6 അല്ല, പഴയ മോഡലാണ്. 2014 മോഡൽ 26 നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഇത് ഒരു ട്രാവലർ 19 സീറ്റ്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് ഈ വണ്ടി കാണാൻ. അപ്പോൾ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാം നല്ല സെറ്റ് വൈബാണ്. കൂടുതൽ എടുത്ത് കാണിക്കുന്നില്ല. നമുക്ക് വണ്ടിയുടെ മറ്റേ വണ്ടിയുടെ ഇന്ത്യയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിസരമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയയാണ്. എന്താ രസം. ഉള്ളിൽ കയറിയാൽ നമ്മൾ അങ്ങനെ ബാക്കി എന്തൊക്കെയാ ഇതിൽ മാറ്റം വന്നേക്കണേ? ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ഇത് കമ്പനി സീറ്റ് അല്ല, അത് നമ്മൾ മേടിച്ചിട്ടുള്ള സീറ്റാണ്. ഇത് പെയറായിട്ട് നമ്മൾ മേടിച്ചത്. ഇത് SML സ്വരാജ് മസ്തയുടെ SML സീറ്റുകളാണ് ഇതൊക്കെ. നമ്മൾ പെയറായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. നമ്മൾ 18 സീറ്റ് പെയറായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അങ്ങനെ 9 സെറ്റ് മൊത്തത്തിൽ നമ്മൾ ഇതിൽ ഇതിട്ടിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ഡിക്കി സ്പേസ് ജസ്റ്റ് ഒരു കുഷിയം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 20 പേരാണ് കപ്പാസിറ്റി ഉള്ളൂ ഇതിൽ നിലവിൽ. ഡ്രൈവറിന് റെസ്റ്റ് പ്ലേസ് ആയിട്ട് ആണ് കൂട്ടണത് ബാക്കിൽ. ഈ ഒരു ഇതില് ഇതെവിടെയും അത്യാവശ്യം വേണമെങ്കിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് ലോക്കലൊക്കെ പോകുമ്പോ കുറച്ച് പേര് കൊള്ളുന്നല്ലാതെ കുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കാം. ലോങ് നമ്മൾ 20 പേരുടെ ട്രിപ്പുകളാണ് കൂടുതൽ എടുക്കുന്നത്. കാരണം അതിനുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലെഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പുഷ് ബാക്ക് സീറ്റ് ആണല്ലേ? പുഷ് ബാക്ക് ആണ്. പക്ഷെ നമ്മളിപ്പോ പുഷ് ബാക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുഷ് ബാക്ക് നമ്മളിപ്പോ ചെയ്തിട്ടില്ല. അത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. AC കയറ്റിയതിന് ശേഷം നമ്മൾ RCയിൽ കയറ്റിയതിന് ശേഷം നമ്മൾ പുഷ് ബാക്ക് ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അത് നമുക്ക് നിയമപരമായിട്ട് നമുക്കത് അനുവദിക്കുന്നില്ല പുഷ് ബാക്ക്. പിന്നെ AC ട്രിപ്പുകളൊക്കെയാണ് കൂടുതൽ എൻക്വയറി AC ട്രിപ്പാണ്. ഇപ്പൊ നമുക്കിപ്പോ വണ്ടി ഇറങ്ങി ഇപ്പൊ 2 മാസത്തോളം ഏകദേശം വർക്കിനായിട്ട് വന്നു. നമ്മളിതിൽ സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഏഞ്ചൽ ബീറ്റ്സ് ആണ്. ഏഞ്ചൽ ബീറ്റ്സ് ഒല്ലൂര് പ്രിൻഡോ ചേട്ടൻ എന്ന് പറയും. ആളുടെ സെറ്റ് വർക്കാണ്. നമ്മൾ ഒരുവിധം എല്ലാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരുവിധം എല്ലാ പേര് കേട്ട ബസ്സുകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രിൻഡോ ചേട്ടൻ. അങ്ങനെ ആളാണ് ഇതിന്റെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ നമ്മൾ ക്യാബിൻ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് ക്യാബിൻ സെപ്പറേഷൻ ചെയ്തതിൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് നമ്മൾ വരുന്ന ഗസ്റ്റിന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ശല്യമോ അവർക്കൊരു പ്രൈവസി കിട്ടുന്ന ഒരു തരത്തിലാണ് നമ്മൾ ക്യാബിൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്.
TV ആ ടി വി നമ്മൾ ഇതിൽ 32 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ടി വിയാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ ഓണറെ കുറിച്ചിട്ട് ആള് ശരിക്കും എന്ത് ബിസിനസ്സുകൾ? ഓണർ വണ്ടി മാത്രമല്ല, ആൾക്ക് ഒരു ചമയത്തിന്റെ ചമയം, ആനച്ചമയം, ഫെസ്റ്റിവലിന്റെ പരിപാടികളായിട്ട് ആനച്ചമയം വാടകയ്ക്ക് കൊടുക്കുക, അതുപോലെ തന്നെ അതിന്റെ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ജോലി. പിന്നെ വടക്കനാട് ആനച്ചമയം നമ്മൾ ഇപ്പൊ ഏകദേശം തൃശ്ശൂർ ജില്ലയിലും മറ്റു ജില്ലകളിലും നമ്മളിപ്പോ കോഴിക്കോട്, പാലക്കാട്, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരം, എല്ലാ ജില്ലകളിലും ഒരുവിധം നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കൊടുക്കുന്ന ചമയമാണ് നമ്മൾ എല്ലായിടത്തും കൂടി ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാടകയ്ക്കും കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഒരു ആനയ്ക്കുള്ള സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 9 സെറ്റോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ട്. പിന്നെ അതിപ്പോ ലൈറ്റ് ആയിട്ട് ചൂട് കാരണം കൂളിംഗ് ഒട്ടിക്കേണ്ട കറക്റ്റ് നമ്മൾ ഇട്ടിട്ടില്ല, അപ്പൊ കൂളിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുകളിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ എ സി ചെയ്യാനായിട്ടാണ് നമ്മൾ മോൾ ഭാഗം ഇട്ടിരിക്കുന്നത്. എ സി ചെയ്യുമ്പോൾ അതിൽ പൊട്ടിച്ച് ബെർത്ത് മാറും, എ സി മേലെ ക്ലോത്ത് വരും, സ്റ്റീൽ വർക്കുകൾ വരും. നമ്മൾ ജിങ്കിയുടെ എ സിയാണ് കയറ്റാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു 3-3.25 ലക്ഷം രൂപയോളം നമുക്ക് യൂണിറ്റിന് മാത്രം റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ക്യാബിൻ ഇതിലേക്ക് ക്ലോത്ത് ഒട്ടിച്ച് സ്റ്റീൽ വർക്കെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു 1.40 മുതൽ 1.80 വരെ നമുക്ക് റേറ്റ് വരും. അങ്ങനെ ഒരു ഏകദേശം ഒരു 4 ലക്ഷം, 4.5 ലക്ഷം, 5 ലക്ഷം രൂപ തന്നെ വേണം എ സി കയറ്റി നമുക്ക് വണ്ടിയിൽ എ സി കയറ്റി വരുമ്പോൾ. ട്രാവലർ പോലെ അത്ര സുഖകരമായിട്ടുള്ള ഇതല്ല മൊത്തത്തിൽ. അതായത് പൈസ സംബന്ധിച്ച് നോക്കുമ്പോൾ ട്രാവലറിനെ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ട്രാവലർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.75 ഉണ്ടെങ്കിൽ നമുക്ക് എ സി, അത് ജനങ്ങൾ നമ്മൾ വരുന്ന ഗസ്റ്റിന് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് നമ്മൾ പൈസ അല്ല നോക്കുന്നത്, നമുക്ക് കൊടുക്കുന്ന ഗസ്റ്റുകളിനെ നമ്മുടെ വണ്ടിയിൽ കയറുന്ന ഗസ്റ്റുകൾക്ക് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് യാത്രാ സുഖം മെയിനായിട്ടുള്ളത് കാര്യങ്ങൾ, നമുക്ക് അവർക്കൊരു ബസ് ഫീല്. അതുപോലെ തന്നെ നമുക്ക് ടൂറുകളൊക്കെ പോകുമ്പോൾ, മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറുകൾ പോകുമ്പോൾ ഒരു 70 പേരുടെ ട്രിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ 50 പേര് ഒരു ബസ്സിലും ബാക്കിയുള്ള ആൾക്കാർ ഒരു 26 സീറ്റിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ബസ് ഫീല് തന്നെ കിട്ടിയുകൊണ്ട് ഒരു സൈഡിൽ ഈ ബസ്സിൻ്റെ കൂടെ ഓടാൻ പറ്റുന്ന ഒരു ലെവലിലാണ് നമ്മൾ ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. മിനി ബസ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഐഷർ എങ്ങനെയുണ്ട്? ഐഷർ മൊത്തത്തിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വണ്ടി ഇപ്പോൾ നമുക്ക് ഓടിയിട്ട് ഇപ്പോൾ 5,500 സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ. നമുക്ക് ആഡ് ബ്ലൂ ഏകദേശം ഒരു 4,500 കിലോമീറ്ററോളം നമുക്ക് ഒരു ടാങ്ക് ഫുൾ 20 ലിറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് കിട്ടണുള്ളൂ എല്ലാവർക്കും. ചിലർ നമുക്കിത് ലോക്കൽ ഓടുന്ന, സ്കൂൾ ഓടുന്ന, ഹൈ റേഞ്ച് ഒന്നും പോകാത്തവർക്ക് ഒരു 600-500 വരെ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിയപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പേരായിട്ടുള്ള മൈലേജ് ഇപ്പോൾ നമ്മുടെ അവിടെ ഇപ്പോൾ 3-4 വണ്ടിയുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ഇതിൽ തന്നെ 4 വണ്ടിയുണ്ട്. അതിലൊരു വണ്ടിക്ക് 7.4 ഒക്കെ ലോക്കലിൽ ഓടുമ്പോൾ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പോൾ ചില വണ്ടികൾ 8.5 കിട്ടുന്ന വണ്ടികളുണ്ട്. പിന്നെ കംപ്ലൈന്റ് ഒക്കെ കംപ്ലൈന്റ് മൊത്തത്തിൽ ഐഷർ അത്ര മുഴുവനായിട്ട് എഞ്ചിൻ കംപ്ലൈന്റ് ഉള്ള ഒരു വണ്ടിയൊന്നല്ല. ബ്രേക്കിംഗ് സിസ്റ്റത്തിലൊക്കെ ഇടയ്ക്ക് ഒരു പ്രോബ്ലം വരാന്നല്ലാതെ അത് കമ്പനി വരുമ്പോൾ എന്തോ ഒരു പോരായ്മ എവിടെയൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. നമുക്കത് ഇന്നേ വരെ നമുക്കൊരു പ്രശ്നം നേരിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഷോറൂമിനെ നമ്മൾ സമീപിക്കുമ്പോൾ അവർ അത് ചെയ്തു തരാനും അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലങ്ങൾ നോക്കി എന്തുണ്ടെങ്കിലും പരിഹരിച്ച് തരാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട്. ഒന്നും നമുക്ക് അവർക്ക് പറ്റില്ല എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ ഫ്രണ്ടിലേക്കൊന്ന് പോവാം, അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഇത് കിടക്കണമെങ്കിൽ ഇപ്പൊ ഈ ഒരു ഡോറ് അത് നമുക്ക് നമ്മളിപ്പോ ഫസ്റ്റ് ടൈം ചെയ്ത കാരണം ചെറിയ പോരായ്മകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റി ചെയ്യേണ്ടതായിരുന്നു. ഡോർ അടച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് ഒരു കോ പാസഞ്ചർ ക്ലീനർ സീറ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു പാസഞ്ചർ സീറ്റ് അല്ല അത്. അപ്പൊ ക്ലീനർക്ക് അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഡോർ ക്ലോസ് ചെയ്തതിനു ശേഷം കിടക്കാൻ പറ്റുള്ളൂ. ഞാനത് ക്ലോസ് ചെയ്തിട്ട് ഞാനവിടെ കിടക്കും. അവിടെ നിന്ന് അങ്ങോട്ട് കയറി ഇതാണ് കയറുന്ന വഴി. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് കീ ഒന്ന് ഓൺ ചെയ്താൽ നന്നായിരിക്കും. ഇതാണ് ഐഷറിൻ്റെ ഉണ്ടല്ലേ, അതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ ഡിജിറ്റലി അൺലോക്ക് ആയിട്ടും കാണിക്കുന്നുണ്ട് അല്ലേ? അതിൽ ഡീസലെല്ലാം അൺലോക്കാണ് കാണിക്കുന്നത്. ഡീസൽ, അതുപോലെ ടെമ്പറേച്ചർ മീറ്റർ, RPM മീറ്റർ, സ്പീഡോമീറ്റർ, ഇത് 3ഉം അൺലോക്കാണ്. ബാക്കി ഇതിൽ ഫ്രണ്ടിലെ ബാക്കിലെ എയറുകൾ ഇതിൽ നമുക്കിതിൽ ഡിജിറ്റലായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് നമുക്ക് ഡിജിറ്റലായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ടൈം, ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 2 ട്രിപ്പ് മീറ്റർ ഉണ്ട് നമുക്ക്. ട്രിപ്പ് മീറ്ററിനോടൊപ്പം തന്നെ നമ്മൾ ട്രിപ്പ് ഇടുമ്പോൾ നമുക്ക് ആവറേജ് കിലോമീറ്റർ
അതായിട്ട് പെർ ലിറ്റർ നമുക്കിതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ഒരു കാറിൻ്റെ ഓപ്ഷൻ പോലെ നമുക്ക് ഈ വണ്ടിയിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ള സ്വിച്ചുകള് അവിടെ ബാറ്ററി കട്ട് ഇത് ബാറ്ററി കട്ട് ഓഫിന്റെ സ്വിച്ച് ആണ്. ഇത് ABS ഇത് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് അതുപോലെ ലൈറ്റിന്റെ സ്വിച്ചുകൾ. ഇത് നമുക്ക് ഡമ്മി സ്വിച്ചുകളാണ്. ഇത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല നിലവിൽ. ക്യാബിൻ ലൈറ്റുകൾ, അങ്ങനെയുള്ള ചില്ലറ ലൈറ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയ്ക്കുള്ള ലൈറ്റ്. ഇത് എക്കോ പവർ മോഡും എക്കോ പ്ലസ്, എക്കോ 1ഉം എക്കോ 2ഉം ഉണ്ട്. നമുക്ക് ലോഡില്ലാതെ പോകുമ്പോഴൊക്കെ നമുക്ക് എക്കോ 2 ഒക്കെ ഉപയോഗിക്കാം. ഞാൻ ഇപ്പം നമ്മൾ നിലവിൽ നമ്മൾ എക്കോ 1 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. മാക്സിമം ലോഡില്ലാതെ പോകുമ്പോൾ എക്കോയിലിട്ടേക്ക് ഒന്നുകൂടി മൈലേജ് കിട്ടുന്നതാണ് കമ്പനി നമുക്ക് പറയുന്നത്. നമ്മൾ കൂടുതലും ആൾക്കാരുണ്ടാവണ കാരണം എക്കോ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നമുക്ക് എക്കോ 1ഉം എക്കോ 2ഉം ഉണ്ട്. 2 എക്കോ മോഡ് ഉണ്ട് ഇതിൽ. അത് എക്കോ 1 യൂസ് ചെയ്യണത് നമുക്ക് മൈലേജ് ഒന്നുകൂടി കൂടുതൽ കിട്ടാൻ വണ്ടിയുടെ പവർ കുറച്ചും കൂടി കുറയും. പവർ മോഡ് എക്കോ 1 എക്കോ 2 ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫ്യൂവൽ കൺസംഷൻ കുറച്ചുകൂടി കുറയും. നമുക്ക് മറ്റേതുപോലെ കുറച്ചുകൂടി മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ അതിലിടാനുള്ള ഒരു ലോഡിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നല്ല ഹൈവേകളിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് 1 മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, 2 ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കാരണം അത്രയും പവർ കുറഞ്ഞ് പോകാൻ നമുക്ക് സാധിക്കില്ല. വണ്ടിയിൽ ആളുണ്ടാവില്ല നമ്മൾ എപ്പോഴും ലോങ് പോകുമ്പോൾ. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഫാൻ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഐഷറിൻ്റെ ആണിത്. ഐഷറിൻ്റെ ഫാൻ തന്നെയാണ് ഇത് കമ്പനി നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു സൺഷെയ്ഡ് നമുക്ക് ഇത് കമ്പനി വരുന്നതാണ്. ഇത്രയും നമുക്ക് ക്യാബിനിൽ ഏഷ്യർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സെറ്റ് വർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏഞ്ചൽ ബീൽസ് ഒല്ലൂര് പ്രിൻഡോ ചേട്ടനാണ് നമുക്ക് ഈ സെറ്റ് വർക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സെറ്റ് സിസ്റ്റം ആണ് ഇതിന്റെ. മറ്റു വണ്ടികളോട് കടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെ ആള് ചെയ്തു തന്നിട്ടുണ്ട്. അത് പഞ്ച് ബോക്സ് ആണ്. നമുക്ക് ഉള്ളിൽ തന്നെ ഏകദേശം നമുക്കൊരു 8 സ്പീക്കർ അതുപോലെ 2 പഞ്ച് ബോക്സ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ആളത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാനൽ ഉൾപ്പെടെ കൺട്രോൾ യൂണിറ്റ് പ്ലസ് പാനൽ എല്ലാം കൂടിയിട്ട് ആളാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വർക്കും ആൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എയർ വിൻഡോ നമുക്ക് മുകളിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം ക്യാബിൻ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയർ സർക്കുലേഷൻ കുറച്ചും കൂടി കിട്ടണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കിട്ടാനും അതുപോലെ തന്നെ നമ്മളിവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂട് എഞ്ചിൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കാരണം ചൂട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AC കയറ്റുന്നത് വരെ എന്തായാലും നമുക്കിത് ആവശ്യമാണ്. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ ഇത് കമ്പനിയാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്ലോത്ത് ഇടാം, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾസ്റ്ററിയിൽ പോയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. നമ്മളൊന്നും ചെയ്തിട്ടില്ല. കമ്പനി സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഫ്രണ്ടൊക്കെ നമുക്ക് ഇതിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ അപ്പോൾസ്റ്ററി ചെയ്തിട്ടുള്ളൂ, ഇതിലൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഫെയ്ഡ് ആവുന്നവരെ നമുക്ക് ഇതിൽ കൊണ്ടു നടക്കാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ 5 സ്പീഡ് ഗിയർ സിസ്റ്റം ആണ് വരുന്നത്. പണ്ടത്തെ ട്രാവലർ പോലെ തന്നെ റൈറ്റിൽ ഫസ്റ്റിലേക്ക് നമുക്ക് റിവേഴ്സ് ഗിയർ വരുന്നു, ബാക്കി ഈ സൈഡിലേക്ക് ഫസ്റ്റ് ഗിയർ. സാധാ പണ്ടത്തെ ഒരു ട്രാവലറിന്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത്. ഞാന് വണ്ടി ഇറങ്ങിയ കാലം മുതൽ ഞാൻ ഡ്രൈവറാണ്. അന്ന് ഓണർ നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്, ശ്യാം എന്നാണ് ഓണറുടെ പേര്. അപ്പോൾ അങ്ങനെ ഇത്രയും നാളായിട്ട് ഇപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് നമുക്കൊരു 1.5 മാസമായി. വണ്ടി ഇറങ്ങിയിട്ട് 4 മാസമായി. വണ്ടി നമ്മുടെ കയ്യിൽ വർക്കെല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഞാൻ തന്നെയാണ് സ്ഥിരം ഓടിക്കുന്നതല്ലത്. അപ്പോൾ നമ്മൾ 1.5 മാസത്തോളമായി വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ ട്രിപ്പുകൾ എടുത്ത് തുടങ്ങിയിട്ട്. ട്രിപ്പ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഈ വണ്ടി തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. AC-യുടെ ഒരു കുറവ് എല്ലാവരും പറയുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ നമുക്ക് പാക്കേജ് ട്രിപ്പുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകൾ. പിന്നെ നമ്മൾ സാധാ പോലെ നമ്മുടെ യാത്ര നാട്ടിൽ നിന്ന് പോകുന്ന മൂന്നാർ, കൊടൈക്കനാൽ, ഊട്ടി അങ്ങനെയുള്ള ട്രിപ്പുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അർബാനിയ പോലത്തെ വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കഴിഞ്ഞ വർഷം ചെയ്യുന്ന സമയത്ത് ആകെ 3 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ അർബാനിയ. നമുക്ക് എയർപോർട്ട് ഇപ്പോൾ നമ്മുടെ അവിടെ ഉണ്ട് 3-4 വണ്ടികൾ നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെതായ ആൾക്കാരുണ്ട്, ആ വണ്ടിക്ക് വേണ്ട ആൾക്കാരുണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യുന്ന ആഗ്രഹിക്കുന്നവർ ആ വണ്ടി തന്നെ വിളിക്കും. അതിന്റെ വാടകയിലും വ്യത്യാസമുണ്ട്, മറ്റുള്ള വാടക പോലെയല്ല. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു മിഡിൽ ഏജ് ആൾക്കാർ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലാസ് തുറന്നിട്ട് യാത്ര ചെയ്യണം. കുറച്ച് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഛർദ്ദിക്കാൻ വരില്ല AC കണ്ടിന്യൂസ് ആയി ഇടുമ്പോൾ. അപ്പോൾ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഉള്ളത് നന്നായിരിക്കും. അർബാനിയയിൽ നമുക്ക് ഫുൾ ഫിക്സഡ് ഗ്ലാസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വിളിക്കാനും ആൾക്കാരുണ്ട്, അത് വിളിക്കാനും ആൾക്കാരുണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ വിളിക്കും. ഇപ്പൊ നമ്മള് മിനിമം ചാർജ് നമുക്ക് വരുന്നത് 6000 രൂപയാണ് പെർ ഡേക്ക് നമ്മൾ ചെയ്യുന്നത്. അതിൽ 80 കിലോമീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80 കിലോമീറ്റർ 6000 രൂപ. അപ്പ് ആൻഡ് ഡൗൺ 80 കിലോമീറ്റർ 6000 രൂപ നമ്മൾ പെർ ഡേ. ഫുൾ ഡേ കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ AC അല്ലാത്തത് കൊണ്ട് നമ്മൾ 32 രൂപ
അത് അങ്ങനെയാണ് നമ്മൾ ട്രാവലറിന് ഇപ്പൊ അതിനെയാണ് ആ ട്രാവലറിന് 30 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. 2 രൂപ വ്യത്യാസം വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് 6 വീലാണ്. അപ്പൊ അതിന്റെ ഒരു ടയറിന്റെ ഒരു ഇതും കൂടി ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ എ സിയുടെ ഇത് പറഞ്ഞു, എ സി ഇപ്പൊ മണിക്കൂറിനാണല്ലേ ഇപ്പൊ നിങ്ങള്? എ സി ഇപ്പോ പൊതുവെ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ കിലോമീറ്ററിനാണ് ചാർജ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മുടെ വണ്ടികളൊക്കെ ഇപ്പോൾ എ സി പറയുന്നത് മണിക്കൂറിനാണ്. കാരണം മണിക്കൂറിന് ഉള്ള ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ നമ്മൾ ബ്ലോക്കിൽ വരുമ്പോഴും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എവിടെയെങ്കിലും ഗസ്റ്റുകൾ പോയി കഴിഞ്ഞാൽ കുറച്ച് പേര് ഇറങ്ങും, കുറച്ച് പേര് ഇറങ്ങില്ല. ചില ടൂറിസ്റ്റ് പ്ലേസുകളിൽ സൈറ്റ് സീനൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇറങ്ങാണ്ട് വരുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയി എ സി ഇടേണ്ട ഒരു സിസ്റ്റം വന്നിരുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ആയിപ്പോയി, നമ്മുടെ ഒരു കാലാവസ്ഥ അങ്ങനെ ആയി പോയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയി ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് എ സി ഇടേണ്ടി വരുമ്പോൾ നമ്മൾ മണിക്കൂറിന് മേടിക്കുകയായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഞങ്ങൾ അങ്ങനെ തുടങ്ങി. ഇനിയുള്ള ആൾക്കാർ അങ്ങനെ തുടങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും നമുക്കത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബാലൻസ് വരുള്ളൂ. നമുക്ക് കിലോമീറ്റർ മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ബാലൻസ് വരേണ്ട കാര്യം ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്രയും എ സി വണ്ടി എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നിർത്തേണ്ട ഒരു അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്രയും ചൂട് നമുക്ക് പുറത്തുണ്ട്. അപ്പോളേ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ സീറ്റ് ഐഷർ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്തിട്ടിട്ട് നമ്മളൊന്ന് വണ്ടി ഓടിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള സ്ഥലം കേട്ടോ. നല്ല നമുക്ക് ചുറ്റും പാടാം, നല്ല നല്ല വൈബുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ബാക്കി ഉള്ളിൽ കയറിയിട്ട് പറയാം. ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഓടിക്കാൻ പോവുകയാണ് പോലെ. നല്ല സുഖമായിട്ട് ഇങ്ങനെ ഗിയറൊക്കെ വീഴുന്നുണ്ട്. നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. ചെറുത് ആണ്, ഒതുക്കുള്ള വണ്ടിയാണ്. ഫോണൊക്കെ ഇതിൽ തന്നെയാണല്ലേ. ചെറിയൊരു റോഡാണേ, ശ്രദ്ധിച്ച് വേണം പോവാൻ. സൈഡിലൊക്കെ ഇങ്ങനെ കനാലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ എന്താ പറയാ, നല്ല വൈബായിട്ട് തോന്നണത്. സീനൊന്നുമില്ല. ചെറിയൊരു ഇതുണ്ട്. നമ്മളിപ്പോ ഒരുപാട് ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ചെറിയൊരു ബണ്ട് റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്, വലിയ സീനായിട്ട് തോന്നുന്നില്ല. ഏഷ്യനെ കുറിച്ച് ചിലവരൊക്കെ ചെറിയ കംപ്ലയിൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ നമുക്കിങ്ങനെ അടുത്ത് പെരുമാറി ഈ ചേട്ടനടുത്ത് ചോദിച്ചു നോക്കുന്നത് അവർക്ക് വലിയ സീനായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലർക്കും പല ഇതായിരിക്കുമല്ലോ. വണ്ടി കൊണ്ട് പോട്ടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് പോകുന്നു, നമ്മൾ ആ മെയിൻ റോഡിലേക്ക് കയറി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹോണിൻ്റെ കാര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഹോണ് തീരെ നമ്മുടെ അടിച്ചാലും കേൾക്കണില്ല ആൾക്കാർ. അപ്പോൾ ഹോണ് മാറ്റണം എന്തായാലും. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് കയറി ചെറിയ റോഡായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള റോഡിലേക്ക് കയറി നമ്മൾ കേട്ടോ. ഈ റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുക്കും കണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ റോഡിലാണ് നമ്മൾ കയറിയേക്കണേ. മറ്റേന്ന് വെച്ചാൽ ചെറിയ റോഡായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയുമ്പോഴേക്കും ഇപ്പോൾ വണ്ടികൾ വരണമായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഓവറോൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ. ഗിയർ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് കിട്ടണ വരെ ഒന്ന് ഇതാവണമെന്ന് മാത്രം. പറയുമ്പോൾ ശരിക്കും പറയും വലിയ വണ്ടിക്കൊക്കെ ഒരു ഇതാണ്. ശരിക്കും നീളം കൂടിയ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഗിയർ പെട്ടെന്ന് പിന്നെയും സിമ്പിളായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ കുറച്ച് ടൈറ്റിലെ പോലെ തോന്നി. പിന്നെ അത് ഒരു ഇട്ടിട്ട് ഒന്ന് സെറ്റാവാണ്ട് എല്ലാ വണ്ടിയും ഒന്ന് നമുക്ക് കൈയണങ്ങണമല്ലോ, അതിൻ്റെ ഒരു ഇതുള്ളൂ. അപ്പോൾ ഓവറോൾ നല്ലതാണ്. ഇരേശ്വർ എന്തായാലും അത്യാവശ്യം നല്ല ലോങ് ട്രിപ്പൊക്കെ പോകാനും ഒക്കെ പറ്റിയ അടിപൊളി മജയുള്ള നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഫുൾ സപ്പോർട്ടായിരുന്നു കൊടുക്കുന്നത് അതിൻ്റെ ടീമിൻ്റെ. നമ്മുടെ ഓണർ ചേട്ടൻ ഇവിടെ വരാമെന്ന് പറഞ്ഞത്, പക്ഷേ ആൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അതായത് ശ്യാം ചേട്ടനാണ് ഇതിൻ്റെ ഓണർ.
അപ്പോൾ ഇവരൊരു ടീം വർക്കാണ് വടക്കുന്നാഥൻ ഗ്രൂപ്പ്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല വണ്ടികളൊക്കെ ഇനി ഇറക്കാൻ സാധിക്കട്ടെ. നല്ല പുതിയ പുതിയ വണ്ടികളൊക്കെ വരട്ടെ, നമുക്കിതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും നമ്മൾ വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിനി അധികം വണ്ടി ഓടിക്കുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡ് ആക്കി ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കൂടെ വരുമ്പോൾ തൊട്ട് നമുക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. എല്ലാറ്റിനും അതായത് തുടക്കം തൊട്ട് എങ്ങനെ എവിടെ പോകുമ്പോഴും അങ്ങനെ കാണാറില്ല. നമുക്ക് എവിടേക്ക് പോകണം, എവിടെ പോയിട്ട് എടുക്കണം നമുക്ക് എന്നൊക്കെ ആളിങ്ങനെ പറയും. അപ്പോൾ അവിടെ പോയി നല്ലതാണ്, അപ്പോൾ പാടത്തേക്ക് കൊണ്ടുപോയി, അങ്ങനെ ഫുൾ സപ്പോർട്ടായിരുന്നു. ചേട്ടൻ മാത്രമല്ല, കൂടനായിരുന്ന വടക്കുന്നാഥൻ ഗ്രൂപ്പിൻ്റെ ആൾക്കാരെല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ സന്ധ്യ ആവാറായി, ഇനി നമ്മൾ അധികം ലേറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ. കണ്ടില്ലേ ഏതാ ബ്രിഡ്ജ്? വരാപ്പുഴ പാലം വരെ എത്തി. പരാപ്പുഴ അല്ലേ? ഓക്കെ, അവിടെ വരെ എത്തിയപ്പോൾ നമ്മൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഈ ഒരു ചൂടുള്ള സമയത്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ 13 മീറ്റർ ഭാരത് ബെൻസിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരെങ്കിൽ ഒന്ന് കാണുക. ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ ഞാൻ ഇടാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഓട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കുക. നല്ല രസമാണ് കേട്ടോ. നല്ല വണ്ടി പൊസിഷനൊക്കെ നല്ലതാണ്, അടിപൊളിയാണ്, നല്ല മജയായിട്ടുള്ള. ഇവിടെയാണ് അതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇടുകയാണ്. അപ്പോൾ അത് വിട്ടു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.